അടിയിൽ നിനക്ക് ഇത് ഭയങ്കര സുഖിപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണല്ലോ. ആറ്റൂറിൽ നിന്ന് സാധനം മേടിച്ചായിരുന്നോ? ഒരു സമ്മാനമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷിച്ചാട്ടെ. ഇത് രാധാമണി ചേച്ചിയുടെ നമ്പറാണോ? മോനാണോ? ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തി അമ്മ? അമ്മയുടെ പേര് എഴുതിയിട്ടല്ലേ? അമ്മയുടെ പേര് നാളെ തന്നെ ലോട്ടറിയിലും എടുത്തു കേട്ടോ. അതല്ല, ഞാനല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഇത്രയും ദൂരെ നിന്നാണല്ലോ ഇവിടെ വന്ന് മേടിക്കുന്നേ. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് ആറ്റൂർ ഇലക്ട്രിക്കൽസ് ആണ്. നമുക്കറിയാം ഏറ്റവും വില കുറച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആറ്റൂരാണ്. കൊട്ടാരക്കര കലയപുരത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓണത്തിന് സാധനം മേടിച്ച് നറുക്കെടുപ്പിലൂടെ വിജയെ കണ്ടെത്താൻ പോവുകയാണ്. ആരാണ് ആ ഭാഗ്യശാലി നമുക്ക് നോക്കാം. ഇത് ഇത്രയും പേര് ഇട്ടിട്ടുണ്ടോ? ദൈവമേ, ഇത്ര എണ്ണത്തീന്നേ. വാട്ടർ ടാങ്ക് അല്ലേ? നല്ലോണം ഇളക്കിക്കോ എല്ലാവരും. 35,000 രൂപ വിലയുള്ള 35,000 രൂപയുടെ ഭാഗ്യമാനോ ഭാഗ്യവതിയോ? ഇത് എത്ര നാളുണ്ടല്ലോ? 4 മാസം അല്ലേ? എടുക്കട്ടെ, ഏതെങ്കിലും ഓർമ്മ കൈണ്ടാ. ഇതാ വന്നു ലക്ഷ്മി. യെസ്, കൂപ്പൺ നമ്പർ പറയാം 10462. ഹലോ, ലക്ഷ്മി എന്ന് പറഞ്ഞ ആളാണോ? ഞാനേ ആറ്റൂർ ഇലക്ട്രിക്കൽസിന്നാണ് വിളിക്കുന്നേ. ഇവിടെ എന്തെങ്കിലും സാധനം മേടിച്ചായിരുന്നോ? എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോയോ? ഒന്നും മറന്നു വെച്ചില്ലേ? ഇവിടെ കൂപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്നാ അതിൽ 1ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. ടിആർഐയുടെ 1000 ലിറ്റർ അല്ലേ? സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ്. 35,000 രൂപ വിലയുള്ളതാ. എപ്പോ വേണേലും വന്നോ. ഇപ്പൊ വരാമെങ്കിൽ ഇപ്പൊ പോരെ. പ്രസിഡന്റ് താഴേന്ന് അടിച്ചു. ഒന്നാമത് ഇലക്ഷൻ എടുത്ത സമയമാ. പ്രസിഡന്റ് വാർഡിലുള്ളവർക്ക് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരെണ്ണേ എടുക്കാവൂ. രശ്മി. അടുത്തടുത്ത പേരാണല്ലേ? ഒന്ന് ലക്ഷ്മിയും 2 രശ്മിയും. ഇത് എടുക്കുന്നതല്ല ലേഡീസിനാട്ടോ. ദുബൈ പോളിമേഴ്സ് വാട്ടർ ടാങ്ക്. ഹലോ, അച്ഛാ, ഇത് ഇവിടെ ആറ്റൂർ ഇലക്ട്രിക്കൽസിൽ നിന്ന് സാധനം എടുത്തിട്ടുണ്ടായിരുന്നോ? അതില് സമ്മാന പദ്ധതിയിൽ ഒരു 2ാം സമ്മാനം അടിച്ചിട്ടുണ്ട്. രശ്മി ഇല്ലേ ഇവിടെ? അപ്പൊ വരുമ്പോ പറയണം, ഇവിടെ വന്നൊരു സമ്മാനം അടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇത്രയും കിലോമീറ്റർ ദൂരെ. അതല്ല, ഞാനല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഇത്രയും ദൂരെ നിന്നാണല്ലോ ഇവിടെ വന്ന് മേടിക്കുന്നേ. അതങ്ങനെ പറയണ്ട. ഇവിടെ ഭയങ്കര ലാഭമാണ്, ഭയങ്കര നല്ലതാണ്, അങ്ങനെയൊക്കെ പറയൂ. അപ്പൊ എന്തായാലും 2ാം സ്ഥാനം അടിച്ചിട്ടുണ്ട്. മനോജ് ഭായ്, എവിടേക്കുവാ? എന്തുകൊണ്ട് വിശേഷം? ഇത് ആറ്റൂർ ഇലക്ട്രിക്കൽസ് ചെയ്താ വിളിക്കുന്നേ. എന്തുകൊണ്ട് വിശേഷം? സാധനം ഒന്നും ഇപ്പൊ ഒന്നും മേടിക്കുന്നില്ല, കുറെ നാളായല്ലോ. ഹലോ, സാധനങ്ങളൊന്നും മേടിക്കാൻ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും അതെ, നിങ്ങൾക്ക് ഇവിടെ ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, പിന്നെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല? അതാ ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ പിന്നെ ഒരു പ്രതികരണം ഇല്ലായിരുന്നു. പ്രൈസ് വാട്ടർ ടാങ്ക് വലിയ സംഭവമാണ്, വലിയ പൈസയുടെയാ. കടയിൽ വരണം കേട്ടോ. ഇവിടെ തൃപ്തിയല്ലേ? ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ട്? പൊളിയല്ലേ? അതാണ്. ഇത് ഭയങ്കര സുഖിപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണല്ലോ. എടുക്കുന്നല്ല ഇങ്ങനെ. അത് പറ്റത്തില്ല. അടിയില് ബഹുമാനം, പേപ്പറിനെ നോവിക്കാതെ. രഞ്ജിത്ത്. ഹലോ, രഞ്ജിത്ത് ഭായി അല്ലേ? എന്തുകൊണ്ട് വിശേഷം? ഇത് ആറ്റൂർ ഇലക്ട്രിക്കൽസിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചായിരുന്നോ? ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. ഹലോ, ആറ്റൂറിൽ നിന്ന് സാധനം മേടിച്ചായിരുന്നോ? ഒരു സമ്മാനമൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. 5,000 രൂപയുടെ ഫാൻ. ചേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ കൊള്ളാം. എനിക്ക് പ്രൊമോഷൻ. പൊന്നെ, ഞാൻ ഇവരിനെയും പറയും ഞാൻ പൈസ എന്ന് പറയിപ്പിച്ചത് കേട്ടോ. കാരണം ലൗഡ് സ്പീക്കറിലായിരുന്നു. ഇത് ചാനലുകാരെല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുവേ. അപ്പൊ എന്തായാലും നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാരെ സമ്മാനം കിട്ടി. അപ്പൊ വന്ന് മേടിച്ചോണം കേട്ടോ. ഓക്കെ മോനെ, ഓക്കെ, താങ്ക് യു. അവിടെ നിന്ന് ആരെയും വിളിക്കുന്നുണ്ട്? റോബിൻ വിൽസൺ 3857. ഹലോ, ഇത് രാധാമണി ചേച്ചിയുടെ നമ്പറാണോ? മോനാണോ? മോനെ, ഞാൻ ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണ്. ആറ്റൂർ ഇലക്ട്രിക്കൽസിൽ ഒരു സമ്മാന പദ്ധതി കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഒരു സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ. 7,500 രൂപയുടെ ഫാൻ. എന്തി അമ്മ? അമ്മയുടെ പേര് എഴുതിയിട്ടല്ലേ? എവിടെ താമസിക്കുന്നേ?
ഞാൻ പന്തളം, ഞാൻ അവിടെ സ്ഥിരം സാധനം എടുക്കുന്നതാണ്. ഓ അത് ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാധനം? ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ലതാണോ? നല്ല സാധനങ്ങളാണ്. എനിക്ക് കൺസെഷനാണ്. ആ ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ 2-3 സൈഡിലേക്കുള്ള സാധനം എടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ എടുത്തപ്പോ എഴുതിയിട്ടതാ. ഓ ശരി ശരി. അപ്പൊ സന്തോഷം. പിന്നെ അമ്മയുടെ പേര് എഴുതിയത് അമ്മയ്ക്കാണ് ഭാഗ്യല്ലേ? അപ്പൊ അമ്മയ്ക്ക് നല്ല ഭാഗ്യം ഇപ്പൊ കേട്ടോ. ഇതുപോലൊരു മോനെ കിട്ടിയത് തന്നെ അമ്മയുടെ ഭാഗ്യല്ലേ അല്ലേ? അമ്മയുടെ പേര് നാളെ തന്നെ ലോട്ടറി വല്ലതും എടുത്തു കേട്ടോ. ശരി മോനെ, അപ്പൊ എന്തായാലും സമ്മാനം അടിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാനാണ്, മറ്റേ 7500 രൂപയുടെ. അപ്പൊ ഒന്ന് മേടിച്ചോ. ഓക്കെ ശരി, വെച്ചേക്കട്ടെ. ബൈ. മോൻ ഇഷ്ടമുള്ള എടുക്കട്ടെ. ഹലോ, സുദീപിന്റെ നമ്പറാണോ ഇത്? ഓക്കെ. ഞാൻ ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നതേ. അതെ, ഈ ആറ്റൂർ ഇലക്ട്രിക്കൽസിലേ നറുക്കെടുപ്പിന് കൂപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു സമ്മാനം അടിച്ചിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ 3 ലിറ്ററിന്റെ വലിയ വിലയുള്ളതാ. എല്ലാം എന്റെ പബ്ലിസിറ്റി ആയിട്ട് മാറുവാണല്ലോ ഇത്. എന്നിട്ട് എന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെ ഉണ്ടാ? ആണോ? കൊള്ളാമോ? നല്ലതാണോ? മാറ്റം വല്ലതും വരുത്തണോ? മന്ത്രവാദം അങ്ങനത്തെ തുടങ്ങണോ ഇനി? ശരി ശരി. അപ്പൊ എന്തായാലും വന്ന് വാട്ടർ ഹീറ്റർ മേടിച്ചാട്ടെ കേട്ടോ. സ്ഥലം? ഓ, നിങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് മേടിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം സന്തോഷം കേട്ടോ, വന്നാട്ടെ. ചേട്ടാ ജില്ല മാറ്റി പിടി കേട്ടോ, ഞങ്ങള് കൊല്ലം ജില്ലക്കാരും. ഹലോ നിശാന്തേ, മോനെ ആറ്റൂർ ഇലക്ട്രിക്കൽസിലേ നറുക്കെടുപ്പായിരുന്നു. ഞാൻ ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. അത് ചിരിക്കുന്ന കോമഡി. ഞാനാ നറുക്കെടുത്ത് കേട്ടോ. നിങ്ങൾക്കാണ് ഫാനാന്നേ ഉള്ളൂ. പിന്നല്ല ഞാൻ എന്തിനാ പിന്നെ വിളിക്കുന്നേ? പിന്നെ സുഖമായിട്ടിരിക്കുന്നോ? ശരി മോനെ, അപ്പൊ വന്നിട്ട് മേടിച്ചോ കേട്ടോ. എല്ലാരും എടുത്തോ ഓരോന്ന്. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ. എല്ലാരും എന്റെ പേര് നിങ്ങളൊന്ന് ചിരിക്കുന്നേ ഇവിടെ. എന്താ അടിച്ചോന്ന്? അടിച്ചു അടിച്ചു അടിച്ചു. 1ാം സമ്മാനമല്ല, 2ാം സമ്മാനമല്ല, 5ാം സമ്മാനം കേട്ടോ. ഫാൻ ഞാനല്ല നറുക്കെടുത്തേ, എന്നെ കുറ്റം പറയരുത്. ഫാൻ കിട്ടിയിട്ടുണ്ട്. കെറ്റില് ഫാനല്ല കേട്ടോ. ഞാൻ ശരിക്കും ആറ്റൂർ ഇലക്ട്രിക്കൽസിലാണ്. ഇവിടെ ഞാൻ ഒരു നറുക്കെടുപ്പ്, കസ്റ്റമേഴ്സിനുള്ള ഒരു സമ്മാന പദ്ധതി 4 മാസം കൊണ്ട് 1000 കൂപ്പണാണ്. നറുക്കെടുത്തു, സമ്മാനമൊക്കെ ആളുകളെ വിളിച്ചു. അപ്പോൾ ഞാനിവിടെ വന്നത് ഒന്ന് ഈ ആറ്റൂർ ഇലക്ട്രിക്കൽസിനെ പറ്റി ഞാൻ നല്ലതുപോലെ കേട്ടിട്ടുണ്ട്. നല്ല കസ്റ്റമർ സർവീസാണ്. 27 വർഷമായിട്ട് ചേട്ടൻ ഇത് തുടങ്ങി. അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത, ഇത് എനിക്ക് തോന്നുന്നു ഈ അപ്കമിങ് ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊരു പാഠപുസ്തകം കൂടാണിത്. ചോറുണ്ണാനൊന്ന് വീട്ടിൽ പോകുന്നു എന്നുള്ളതല്ലാതെ കഴിവതും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഇവിടെ വരികയും ഇതെപ്പോഴാണോ അടയ്ക്കുന്നത് ഈ ഷോപ്പ് അതുവരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് 27 വർഷത്തെ ഒരു പ്രവർത്തന പരിചയം. അപ്പോൾ കസ്റ്റമേഴ്സ് അറിയുന്നവർ വീണ്ടും വീണ്ടും വരും. കാരണം ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് സംസാരിക്കാനും അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് അത് ഡീൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങൾക്കും വരാം. കൊട്ടാരക്കര അടൂർ റോഡിലാണ്, കലയപുരം എന്ന സ്ഥലത്താണ്. വളരെ വില കുറച്ചാണ് സാധനങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വരാം. ഓക്കെ.